ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ പതുക്കെ നടന്നു തുടങ്ങാം, എന്നിട്ട് വിശേഷങ്ങൾ പറയാമേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 6 kg കുറച്ചു കേട്ടോ. 6 kg കുറഞ്ഞിട്ടുള്ളൂ ആക്ച്വലി. കാരണം ഞാൻ ഇടയിൽ വെച്ച് വർക്കൗട്ടൊക്കെ കുറച്ചിരുന്നു. പിന്നെ ഡയറ്റൊന്നും തീരെ ചെയ്തിരുന്നില്ല. എൻ്റെ മിൽക്ക് പ്രൊഡക്ഷൻ ചെറുതായി ഒന്ന് കുറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം നിർത്തി വെച്ചു. കാരണം ബേബിയുടെ ഹെൽത്താണല്ലോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ അവൻ 6 months ആയി, ചെറുതായിട്ട് പ്യൂരിയൊക്കെ കൊടുത്തു തുടങ്ങി. ഇപ്പോൾ വീണ്ടും വർക്കൗട്ടിലേക്ക് അതിസജീവമായി തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ 6 kg കുറഞ്ഞു. ഇനിയും ഉണ്ട്. ഇപ്പോൾ ഞാൻ 78 ആയിരുന്നു, നൗ ഐ എം 72. എൻ്റെ ബാക്ക് ടു നോർമൽ വെയിറ്റ് ആവണമെങ്കിൽ ഒരു 8 kg കൂടെ കുറയ്ക്കണം. കാരണം ഞാൻ 64 ആയിരുന്നു. പക്ഷേ എൻ്റെ എയിം 60 ആണ് കേട്ടോ. അതായത് ഇനിയും എനിക്ക് 12 kg കുറയ്ക്കാനുണ്ട്. കുറയ്ക്കും, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ ഒരു സ്മോൾ ആപ്സ് വർക്കൗട്ട് ചെയ്യാം. ഞാൻ ആപ്സ് മാത്രമല്ല കേട്ടോ, ലോവർ ബോഡി. കാരണം നമ്മൾ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ലേഡീസിന് പൊതുവെ എവിടെ വികസിക്കാമെന്നറിയോ? നമ്മുടെ വയറിൻ്റെ അവിടെയും ഈ ഹിപ്സും. ഇപ്പം എൻ്റെ ഷേപ്പ് ഏകദേശം അങ്ങനെയാണ്. പിയർ ഷേപ്പ് അറിയോ? ഇങ്ങനെ വന്നിട്ട് ചെറുതായിട്ട് തൈസിൻ്റെ അവിടെ ഒരിത്തിരി ഫാറ്റ് ഉണ്ടാവും, അതാണ് പിയർ ഷേപ്പ്. ഇപ്പോൾ യൂഷ്വലി എൻ്റെ ഷേപ്പ് പിയർ ഷേപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ വല്ലാത്തൊരു ഷേപ്പാണ്. കാരണം നമ്മുടെ ഇവിടെയും ഇങ്ങനെ എക്സ്പാൻഡ് ആവും. വയറിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടോട്ടൽ ഏരിയ എക്സ്പാൻഡ് ആവല്ലേ. സോ കണ്ടോ, ഇവിടെയും ഒരു ചെറിയ ഫാറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പോകണമെങ്കിൽ എനിക്ക് ലോവർ ബോഡി വർക്കൗട്ട് തന്നെ ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് പോസ്റ്റ് പാർട്ടം നമ്മൾ കൂടുതൽ ലോവർ ബോഡിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഗൈസ് അല്ല, ലേഡീസ്. നമുക്ക് നടക്കാം. കുറച്ച് നേരം നടന്നിട്ട് നമുക്ക് ജമ്പിങ് ജാക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഫുൾ ലോവർ ബോഡി നമ്മളൊന്ന് കുറേ സ്ക്വാട്ട്സ് ഒക്കെ ചെയ്യും. പിന്നെ കുറച്ച് ഫ്ലോർ വർക്കൗട്ട്സ് ചെയ്യാം. അപ്പോൾ ഒത്തിരി സ്ട്രെയിൻ വരത്തില്ല. നമ്മുടെ വേണ്ട പോർഷൻ മാത്രം അനക്കിക്കൊണ്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ജമ്പിങ് ജാക്സിലേക്ക് കിടക്കാം. ഇൻ 5, 6, 7 ആൻഡ് ഗോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 and walk. നോർമലി ഒരു വാമപ്പൊക്കെ വേണ്ടതാണ് കേട്ടോ. ഞാൻ പക്ഷേ ചെറുതായിട്ടൊന്ന് നടന്നു, പിന്നെ ജമ്പിങ് ജാക്സ് ചെയ്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇഫ് യു വാണ്ട് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ വാമപ്പ്. അതായത് സ്ട്രെച്ചസും റൊട്ടേഷൻസും ഒക്കെ യു ഓൾറെഡി നോ. നടന്നു, കീപ് വാക്കിംഗ്. വാക്ക് ആൻഡ് വാക്ക്. എനിക്ക് പണ്ട് വലുതായിട്ട് നടക്കാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ വേറെ വഴിയില്ല. ഓട്ടോ ഒന്നും ആദ്യം പറ്റില്ലല്ലോ, കാരണം C-section അല്ലേ. അപ്പോൾ റണ്ണിങ് ആൻഡ് ഓൾ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. നടത്തം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് ഫുഡ് കൺട്രോൾ തുടങ്ങി. ഞാൻ ഡയറ്റിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഇതിനിടയിൽ പറഞ്ഞു കൊളാക്കുന്നില്ല. ഓക്കെ, വാക്ക് ആൻഡ് വാക്ക്. കിതയ്ക്കാണെങ്കിൽ ഇപ്പോഴേ ഞാൻ പറഞ്ഞുതരാം, നല്ല പോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് വാക്ക് ചെയ്യുന്നതിൻ്റെ പേസ് കുറയ്ക്കുക. അതായത് സ്പീഡ് കുറച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പതുക്കെ വാക്ക് ചെയ്തിട്ട് നല്ല പോലെ ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് തിരിച്ചും എനർജി കിട്ടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയ ടിപ്പ് ഓർ സൊല്യൂഷൻ. എന്നിട്ട് വീണ്ടും നമ്മുടെ അടുത്ത വർക്കൗട്ട്സൊക്കെ എൻ്റെ കൂടെ ചെയ്യാം. ചെയ്തേ പറ്റൂ. എന്നെ കുറേ പേര് കാണാൻ വരെ. എന്നിട്ട് അവരെന്താ പറയാമെന്നറിയോ? ആര്യയുടെ വർക്കൗട്ട്സൊക്കെ കാണലുണ്ട്, ചെയ്യാൻ മടിയാണ്. മടി പാടില്ല, തീരെ പാടില്ല. ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നോ മടി. അപ്പോൾ വാക്ക് ആൻഡ് വാക്ക്. നെക്സ്റ്റ് വൺ, നമുക്ക് സൈഡ് ടയറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ചെറുതായി പ്ലി. നമുക്കത് കളയാൻ വേണ്ടിയിട്ട് ക്രഞ്ചസ് ചെയ്യാം, സൈഡ് ക്രഞ്ചസ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ എന്ത് ആപ്സ് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ആപ്സ് എൻഗേജ് ചെയ്യുക. അതായത് കോർ ഉണ്ടല്ലോ, അത് ടൈറ്റാക്കി വയ്ക്കുക, ഉള്ളിലേക്ക് പിടിക്കുക. എന്നിട്ട് ലെഗ്സ് ഇൻ എ ഡിസ്റ്റൻസ്, കൈ രണ്ടും മേലെ പിടിക്കുക. കോർ എൻഗേജ്ഡ് ആൻഡ് റെഡി. 5, 6, 7 ഗോ. 1, 2, 3, 4,
5, 6, 7, 8, 9, 10. 20 counts. 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. Again walk. 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 Keep walking. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പതുക്കെ സ്ക്വാട്ട് ചെയ്യാം. സ്ക്വാട്ട് ചെയ്തിട്ട് സൈഡ് ക്രഞ്ചസ്. ഓക്കെ, സോ ഡു ഇറ്റ് വിത്ത് മീ. ലെഗ്സ് വൈഡ്. സ്ക്വാട്ട് ചെയ്യാം. ഹാൻഡ്സ് ഹിയർ. റെഡി. 5, 6, 7, go. 1 and 2 and 3 and 4 and 5 and 6 and 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ക്ലോസ്. എനിക്കിപ്പോൾ ആക്ച്വലി ഒരു നീ പെയിൻ വന്നിട്ടുണ്ട്. അത് ആഫ്റ്റർ ഡെലിവറി കുറച്ച് നാളുണ്ടാവും. ഞാൻ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ബോഡി അനങ്ങി തുടങ്ങിയാലോ, ആൻഡ് നല്ലപോലെ വെയിറ്റ് കൂടിയില്ലേ. സോ ചെറിയ പെയിൻസ് ഉണ്ട് ജോയിൻസിലൊക്കെ. പിന്നെ മേ ബി ഫീഡിങ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാൽഷ്യമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വലിച്ചെടുക്കും, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി വരുന്നൊക്കെ. ഇൻ ബിറ്റ്വീൻ ഞാൻ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. സ്റ്റിൽ എനിക്ക് പെയിൻ ഉണ്ട്. നെവർ മൈൻഡ്. നിങ്ങൾക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ ഡോണ്ട് കണ്ടിന്യൂ, സ്റ്റോപ്പ് ചെയ്യുക. എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എന്താണെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് മാത്രം പ്രൊസീഡ് കേട്ടോ. എൻ്റെ കേസിലൊക്കെ എനിക്ക് എൻ്റെ ബോഡീനെ അറിയാം. നമുക്ക് നമ്മുടെ ബോഡീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്കറിയാം എന്താണ് എൻ്റെ ലിമിറ്റേഷൻസ്, എന്താണ് എൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് എന്നൊക്കെ അറിയാം. സോ അതുകൊണ്ട് ഐ എം കണ്ടിന്യൂയിങ്. ഓക്കെ, സോ കീപ് ഡൂയിങ്. വാക്ക്, വാക്ക്, വാക്ക് ആൻഡ് വാക്ക്. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ട് കിക്ക് ക്രഞ്ചസ് ചെയ്യാം. അതായത് ഓപ്പോസിറ്റ് ഹാൻഡ് ആൻഡ് ഓപ്പോസിറ്റ് ലെഗ്. സോ ലെഗ് സ്ട്രേറ്റ്. റെഡി. 5, ready. 5, 6, 7, go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Again. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. Walk. നമ്മളിന്ന് കൂടുതലും ക്രഞ്ചസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഈവൻ നമ്മൾ ഫ്ലോ വർക്കൗട്ട് ചെയ്യുമ്പോഴും കൂടുതലും ക്രഞ്ചസ് ആയിരിക്കും. ആ സൈക്ലിങ്സും ക്രഞ്ചസൊക്കെ. കാരണം എന്താണ്, നമ്മൾ നമ്മുടെ വയറും തുടയുമാണ് കുറയ്ക്കാൻ നോക്കുന്നത്. ജസ്റ്റ് കിഡിങ്. വാക്ക്, 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 വാക്ക് ആൻഡ് വാക്ക്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് ട്വിസ്റ്റേഴ്സ് ചെയ്യാം. ട്വിസ്റ്റേഴ്സ് ഇൻ ദ സെൻസ് വയറിൻ്റെ പോർഷൻ ട്വിസ്റ്റിംഗ്. ഓക്കെ, റെഡി. 5, 6, 7 and go. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10 and 1, 2, 3, 4. നല്ല പോലെ. 5, 6, 7, 8, 9 and 10. വാക്ക്. ഇപ്പം കിതച്ച് തുടങ്ങി കേട്ടോ. മുമ്പേ കിതച്ചിരുന്നു, പക്ഷെ ഇപ്പം ശരിക്കും ആ ഹീറ്റ് അറിയുന്നുണ്ട്. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എയർ കണ്ടീഷൻഡ് റൂം ആണെങ്കിൽ സ്വിച്ച് ഇറ്റ് ഓഫ്. എ സിയുടെ ആവശ്യമില്ല. നമ്മുടെ പർപ്പസ് എന്താ? തടി കുറയ്ക്കുക. തടി കുറയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്വെറ്റ് ചെയ്യണം അല്ലേ, വേർക്കണം. വേർക്കണമെങ്കിൽ എ സി പാടില്ല. അപ്പോൾ എ സി ഓഫാക്കുക. ഇത്തിരി ചൂടൊക്കെ സഹിച്ച് പറ്റാവുന്നത്ര ഫാറ്റ് ബേണിങ് ഫാസ്റ്റാക്കി വിടുക. ഓക്കെ,
ഇനി നെക്സ്റ്റ് വൺ ഡൗൺ ക്രഞ്ചസ്. അപ്പോൾ കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക. ആൻഡ് സി, നമ്മൾ ചെയ്യാൻ പോകുന്നത് ആബ്സ് നല്ലപോലെ ടൈറ്റ് ആക്കുക. എന്നിട്ട് 1 2 3 4 5 കണ്ടോ, ആ ഒരു ഡൗൺ മൂവ്മെൻറ്റ് വേണേ. മേക്ക് ഷുവർ യു ആർ ഫീലിംഗ് ദ ക്രഞ്ചസ്. കണ്ടോ, എൻ്റെ ഇപ്പോൾ എക്സ്ട്രാ ഫാറ്റ് ഉള്ളത് എനിക്ക് ശരിക്കും എനിക്ക് ക്രഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. സോ ഇൻ 5 6 7 ആൻഡ് ഗോ. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 and 10. Good. Walk. Walk, walk, walk and walk. ഇനി നല്ലപോലെ ടയേർഡായി തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഒരു 2 minutes ബ്രേക്ക് എടുക്കാം. 2 minutes വേണമെന്നില്ല, 1 minute ബ്രേക്ക് എടുക്കാം. തൊണ്ടയൊക്കെ വളരെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ പതുക്കെ നല്ലപോലെ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് യു ഹാവ് ടു സ്റ്റോപ്പ് ആൻഡ് ദെൻ ഗോ ടേക്ക് 2 or 3 sips ഓഫ് വാട്ടർ. സിപ്സ്റ്റോ ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം മാത്രം. എന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വേണ്ടേ? പോസ് ദിസ് വീഡിയോ. വീഡിയോ പോസ് ചെയ്യുക. അതൊക്കെ ചെയ്ത് തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഓക്കെ, നമുക്കിന്നത് ഫുൾ ചെയ്ത് തീർക്കണം. എന്നിട്ട് ലെറ്റ്സ് ഗോ ഫോർ എ ഹെൽത്തി ബോഡി. വാക്ക്. വാക്ക്. നെക്സ്റ്റ് വൺ, നമുക്ക് പതുക്കെ സൈഡ് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ബി സ്ട്രെയിറ്റ്. കൈ ഇവിടെ വയ്ക്കുക. മേക്ക് ഷുവർ നമ്മുടെ ഫുൾ ബോഡിയുടെ ബാലൻസിങ്ങും ഈ ഒരു കാലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് 10 counts ഈ ലെഗ് ലിഫ്റ്റ് ചെയ്യുക കേട്ടോ. റെഡി? 5 6 7 ഗോ. 1 2 3 4 5 6 7 8 9 10. അതർ ലെഗ് ഇത്രയും സ്പീഡിൽ പറ്റിയില്ലെങ്കിൽ ഡു ഇറ്റ് വെരി സ്ലോ. ദിസ് ലെഗ്. റെഡി? 5 6 7 ഗോ. 1 2 3 4 5 6 7 8 9 and 10 and walk. നമ്മളിന്ന് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൈഡ് ടയറും നമ്മുടെ ഫ്രണ്ട് ബെല്ലി ഫാറ്റുമാണേ. അത് ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക് അവിടെയൊക്കെ നല്ലൊരു പിടുത്തം വന്നു തുടങ്ങും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ്. ഇനി ഭയങ്കര പെയിനൊക്കെ വരാണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും. യൂഷ്വലി ഇതിലൊന്നും മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ വളരെ ബേസിക് വർക്കൗട്ട്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബോഡീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നോ യുവർ ലിമിറ്റേഷൻസ് ആൻഡ് ദെൻ പ്രൊസീഡ്. ഓക്കെ, വാക്ക്. വാക്ക്. ഇനി നെക്സ്റ്റ് വൺ ഈസിയാണ് പ്ലസ് ഇൻട്രസ്റ്റിംഗ് വർക്ക്. കാരണം നമ്മൾ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. സൈഡ് ക്രഞ്ചസ് ആൻഡ് ക്രോസ് ക്രഞ്ചസ് ടുഗെദർ. ഓക്കെ, സോ കൈ ഇവിടെ വയ്ക്കുക. റെഡി? 5 5 6 7 ഗോ. 1 and 2 ഇങ്ങനെ. സോ ഈ 2 സ്റ്റെപ്സാണ് ഒരു കൗണ്ട് ആവുന്നത്. സോ വിൽ ഡു ഇറ്റ് 10 times each side. Okay, ready? 5 ready? 5 6 7 go. 1 2 3 4 5 6 7 very good 8 9 and 10. Hini switching to this side. Ready? 5 6 7 go. 1 2 3 4 5 6 7 8 9 and last. ഇവിടെയൊക്കെ ഒരു പിടുത്തം തോന്നേ. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ചില പെയിൻസ് ഇഷ്ടമാണ്. വേദനിക്കും, എന്നാലും സൈക്കോ പോലെ അല്ലേ? നോ, അങ്ങനെയല്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിൾ അല്ലേ? സോ ഐ എൻജോയ് ദാറ്റ്. വാക്ക് 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 ആൻഡ് വാക്ക്.
ready. Next one, legs wide, side to side crunches, okay? ഇതിന് വേണ്ടിയിട്ടെന്ന് മാത്രമല്ല നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ വൺ സൈഡ് ക്രഞ്ച് ആവും, ഈ സൈഡ് സ്ട്രെച്ച് ആവും. അപ്പോൾ ബോത്ത് ആർ ഗുഡ്, ഓക്കെ? സോ കാലിങ്ങനെ വയ്ക്കുക. നൗ സി, റെഡി, 5 6 7 ഗോ ഡൗൺ ആൻഡ് അപ്പ്, ഡൗൺ ആൻഡ് അപ്പ്. കീപ് യുവർ കോർ എൻഗേജ്, അതായത് വയറ് നല്ലപോലെ ഉള്ളിലേക്ക് പിടിക്കുക. ആൻഡ് അഗൈൻ 1 2 3 4 5 6 7 8 9 and 10. Switching to the other side. 1 2 3 4 5 6 7 8 9 and 10. Okay. ഇനി നമുക്ക് സ്റ്റാൻഡിങ് വർക്കൗട്ട് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫ്ലോർ. ഇപ്പോൾ ഫ്ലോർ എന്തിനാണെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ആപ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ അപ്പർ ബോഡിക്ക് കുറച്ച് റെസ്റ്റും കിട്ടും, കാരണം നമ്മൾ കിടന്നിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഗുട്ടൻസ്. ലെറ്റ്സ് ഡു ഇറ്റ്, ഓക്കെ? വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ സ്മോൾ ബ്രേക്ക്. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കിത് ഒരു വാട്ടർ ബ്രേക്ക് ആയിട്ട് പ്രഖ്യാപിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഗ്രൗണ്ടിലേക്ക് പോവാം. സോ എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ കിടക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സിസർ കിക്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണ് എഫക്റ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോവർ ആപ്സും തൈസിനും. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാവരും നല്ലപോലെ കോർ എൻഗേജ് ചെയ്യുക, റിലാക്സ്ഡ് ആയി കിടക്കുക. എന്നിട്ട് കൈ എങ്ങനെയാണ് പൊസിഷനിങ് എന്നറിയോ? കൈ രണ്ടും നമ്മുടെ സീറ്റിൻ്റെ താഴോട്ട്, അതായത് തമ്പ് മാത്രം നമ്മുടെ സീറ്റിൻ്റെ താഴോട്ട് പ്ലേസ് ചെയ്യുക. അതാകുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ബാലൻസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ട്രൈ. ഇങ്ങനെ ഇല്ലാണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബാലൻസ് കുറവ് തോന്നും. അങ്ങനെയുള്ളവർക്ക് യു ക്യാൻ കീപ്പ് യുവർ തമ്പ് ഇൻസൈഡ് യുവർ സീറ്റിംഗ്, എന്നിട്ട് ബി കംഫർട്ടബിൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെഗ്സ് ഇവിടെ വെക്കാം കേട്ടോ. റെഡി, 5 6 7 ഗോ. 1 2 3 4 5 6 7 8 9 and 10. ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ ബെല്ലിയുടെ അവിടെയും തൈസിലും നല്ലൊരു പിടുത്തം തോന്നും. അത് വേദനിക്കുന്ന പോലെയല്ല, ചെറുതായിട്ടൊരു സ്ട്രെയിൻ തോന്നും. അത് കോമൺ ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാവും, പിന്നെ ശീലമായിക്കോളും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ അതാ. ഇനി നമുക്ക് സെക്കൻഡ് വൺ ക്രഞ്ചസ് ചെയ്യാം. ഓക്കെ, സോ കൈ രണ്ടും ലോക്ക് ചെയ്യാം. അപ്പോൾ മോർ ബാലൻസിങ് ആയി നമുക്ക് ഫീൽ ചെയ്യും. അതായത് കൺട്രോൾ കിട്ടും, ബോഡി കൺട്രോൾ കിട്ടും. ലെഗ്സ് അപ്പ്. റെഡി, 5 6 7 ഗോ. 1 2 3 4 5 6 7 8 9 and 10. Again, 1 2 3 4 5 6 7 8 9 and 10. ബ്രീത്ത് ഔട്ട് ചെയ്യാം. അണ്ടർസ്റ്റാൻഡ്, ഇതെല്ലാം നമ്മുടെ ആപ്സ് വർക്കൗട്ടാണ്. സോ വയറിൻ്റെ അവിടെ നമ്മൾ പറ്റാവുന്നത്ര ഉള്ളിലേക്ക് പിടിക്കുക. എക്സ്ട്രാ ഫാറ്റൊക്കെ ബേൺ ആയിപ്പോട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ലെഗ് റൈസസ് ചെയ്യാം. ലെഗ് റൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാലിങ്ങനെ പൊത്തിക്കത്തില്ലേ, തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ നമുക്ക് 10 കൗണ്ട്സ് ചെയ്യാൻ നോക്കാം. പറ്റുന്നത്ര ചെയ്യുക. ചിലർക്ക് 10 കൗണ്ട്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, നോ പ്രോബ്ലം. പറ്റുന്നത്ര ചെയ്തിട്ട് യു ക്യാൻ സ്റ്റോപ്പ്. ചിലർക്ക് 10 കൗണ്ട്സിന് മീതെ പറ്റും. എനിക്കിപ്പോൾ 10 കൗണ്ട്സ് ഒക്കെയാണ് പറ്റുന്നത്. പണ്ട് കുറേ ചെയ്തിരുന്നു, ഇപ്പം അത്രയൊന്നും പറ്റത്തില്ല. സോ അഗെയിൻ ലോക്ക് യുവർ ബോഡി. കാല് പോയിൻ്റ് ആക്കി വയ്ക്കുക കേട്ടോ. റെഡി, 5 6 7 ഗോ. 1 2 3 4 5 6 7 8 oof
9 and 10. Slow. Breathe out. ഇവിടെ ശരിക്കും നമുക്കൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യും. ഞാനിപ്പോൾ ആക്ച്വലി നിങ്ങളോട് പറയുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, ഒരു സ്ട്രെയിൻ തോന്നുന്നു, അത് ആക്ച്വലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പീരിയഡ്സ് ആവുമ്പോൾ നമുക്ക് ചെറിയൊരു വയറുവേദന വരില്ലേ, ഒരു ലോവർ അബ്ഡമനിൽ ഒരു ചെറിയ വയറുവേദന, നമുക്ക് ആ വേദന പോലത്തെ ഒരു ചെറിയ പിടുത്തമാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറിയ വേദനയും ഒരു സ്ട്രെയിൻ. എനിക്ക് സിമിലാരിറ്റി തോന്നിയത് ആക്ച്വലി ആ പെയിനായിട്ട്. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞിരുന്നത്. പിന്നെ ഉളുക്ക് വീഴുക, അതായത് ക്രാംസ് വീഴുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ പ്ലീസ് സ്റ്റോപ്പ്. ഓക്കെ, ഇനി ലാസ്റ്റ് വർക്കൗട്ട്. കാലിവിടെ. ഇനി 1 leg on the floor at a time. Okay, ready? 5, 6, 7, go. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Last 10. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. Breathe out. ഒന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കിടന്നോളൂ. സ്ലോലി ക്ലോസ് യുവർ ഐസ്. ക്ലോസ് യുവർ ഐസ് ആൻഡ് ബ്രീത്ത് ഔട്ട് വെരി സ്ലോ. നല്ല പോലെ റിലാക്സ് ചെയ്യുക. മാക്സിമം കൂളാവാൻ നോക്കുക കേട്ടോ. ഹാവ് ഹാപ്പി തോട്ട്സ് ആൻഡ് ലവ് യുവർ ബോഡി. നമ്മുടെ ബോഡി, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ലൈഫ്. ഞാൻ ആരോടും തടി കുറയ്ക്കണം എന്ന് പറയത്തില്ല. തടി കുറയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ചിലർക്ക് തടിയൊക്കെ ആക്ച്വലി ഭംഗിയാണ്. ഓൺലി തിങ് ഇസ് മേക്ക് ഷുവർ യു ആർ ഫ്ലെക്സിബിൾ ആൻഡ് യു ആർ ഹെൽത്തി ഫോർ എവർ. ബ്രീത്ത് ഔട്ട് and slowly open your eyes. എന്നിട്ട് പതുക്കെ എഴുന്നേക്കാം, തിരിയാം. അങ്ങനെ നമ്മുടെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഒരുവിധമായെന്ന് വിചാരിക്കുന്നു. ആയില്ലെങ്കിൽ ഞാൻ അടുത്ത വർക്കൗട്ടുമായി പിന്നെ വരാം. ആരും മടി കാണിച്ചിരിക്കരുത് കേട്ടോ. കൂടെ മാക്സിമം ചെയ്യാൻ നോക്കുക. ഒന്ന് നിങ്ങൾ സെൽഫ് പുഷ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോന്നേ. ഓൺലൈൻ ക്ലാസ്സസ് ഓൺലി ഫോർ ലേഡീസ്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും, അതായത് ഇത്തിരി ചബ്ബിയായിട്ടുള്ളവർക്ക് വെയിറ്റ് ലോസ് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു ഓൺലൈൻ ക്ലാസ് പോലെ തുടങ്ങാമെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഞാനും കുറേ പേര് വേണമുണ്ടോ, എനിക്ക് കുറേ പേര് വേണം. എന്നിട്ട് ഡെയിലി ഒരു 1 hour ക്ലാസ് രസമായിരിക്കും, മൺഡേ ടു ഫ്രൈഡേ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത്, നിങ്ങളുടെ ഫീഡ്ബാക്ക് അല്ല, നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അക്കോർഡിംഗ്ലി എനിക്ക് ഒരു പുഷ് കിട്ടും. അങ്ങനെ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി,